ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു റൂം ക്ലീനിങ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മുടെ റൂമാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ എൻ്റെ കൂടെ നെമിയം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ, അതായത് കുറച്ച് ക്ലീനാക്കി കഴിയുമ്പോൾ തന്നെ നെമിയ പോയിട്ടുണ്ടായിരുന്നു. ബാക്കി ഫുള്ള് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഫുള്ള് അലങ്കോലായിട്ടാണ് ഉള്ളത് റൂം. പിന്നെ ബെഡ്ഷീറ്റ് ഞാനൊന്ന് മാറ്റിയിട്ട് ബെഡ് ഫ്രീ ആക്കിയിട്ടതാണ്. കാരണം നമ്മൾ വണ്ണാവലൊക്കെ പോക്കുന്ന സമയത്ത് ബെഡ്ഷീറ്റിലാവണ്ടെന്ന് വെച്ചിട്ട് അതൊക്കെ മാറ്റിയിട്ടു. അപ്പോൾ ഇനി നമുക്ക് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഞാൻ വണ്ണാവില പോക്കാണ്. അപ്പോൾ നെമിയും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തതിന് ഒരു 5 മണിക്ക് അങ്ങനെ ആയിരുന്നു, വൈകുന്നേരം 5 മണിക്ക് അങ്ങനെ. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് കരാട്ടെ സ്കൂളിനൊക്കെ പോയിട്ട് വന്നപ്പോൾ തന്നെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് 7:30. ബാക്കി ഫുൾ ഞാൻ ചെയ്തത് രാത്രിയായിരുന്നു. 7:30 മുതൽ 9:30 വരെ അങ്ങനെ ടൈമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫുള്ളൊന്ന് തുടച്ചെടുക്കുകയാണ്. നമ്മുടെ ജനലിൻ്റെ ഗ്രിൽ കമ്പികളൊക്കെ ഉണ്ടാവില്ലേ, അതും ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. ഇത്രയും ചെയ്ത് വെച്ചിട്ട് നമ്മൾ കരാട്ടെ സ്കൂളിലേക്ക് പോയി. പിന്നെ ഞാൻ വന്നിട്ട് രാത്രി ഒരു 7:30 അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ വാർഡ്രോബ് ക്ലീനിങ് ആണ് ഞാൻ ചെയ്യുന്നത്. ഈ കരാട്ടെ സ്കൂളിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നെമിയ പോയിട്ടോ. ഇനി ഞാൻ ഒറ്റയ്ക്ക് ബാക്കി ഫുൾ ചെയ്യണം. അപ്പോൾ ഞാൻ വേഗം തന്നെ എല്ലാ ഡ്രസ്സൊന്നും മടക്കി വെക്കട്ടെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സുകളാണ് മടക്കുന്നത്. അത് ഇതേപോലത്തെ ഒരു സാരി ബാഗിലാണ് വെക്കുന്നത്. സാരി ബാഗാണെങ്കിൽ നമ്മളിതിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ പാൻറ്റ് വേറെ, ടോപ്പ് വേറൊരു ബോക്സിൽ അങ്ങനെയൊന്നും വെക്കുന്നില്ല, എല്ലാം ഇതിലാണ് വെക്കുന്നത്. പക്ഷേങ്കിൽ പാൻറ്റ് റോൾ ചെയ്തിട്ടാണ് വെക്കുന്നത്. ടോപ്പ് നമ്മൾ സാധാരണ മടക്കുന്ന രീതിയിൽ വെക്കുന്നു. അപ്പം പിന്നെ ബനിയൻസ് എനിക്ക് അങ്ങനെ കുറവാണ്, എന്നാലും ഉള്ളതൊക്കെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നു. അപ്പം ഫസ്റ്റ് ഇത് ഫുള്ളായിട്ടൊന്ന് മടക്കട്ടെ. നെമിയാൻ്റെ വീട്ടിൽ നിന്നെടുത്ത ഡ്രസ്സ് അത്യാവശ്യം നീറ്റായിരുന്നതുകൊണ്ട് ഞാൻ മടക്കാനൊന്നും നിൽക്കില്ല. അപ്പം നമ്മളിത് വാർഡ്രോപ്പിൽ ഇതുപോലെയാണ് വെച്ചിരിക്കുന്നത്. രണ്ടാളെയും സാരി ബാഗിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് താഴത്തെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലുള്ള കള്ളിയിൽ എൻ്റെ പുറത്തു പോകുമ്പോൾ ഒക്കെ ഇടുന്ന ഡ്രസ്സ് വെക്കാനുള്ളൊരു സ്പേസാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഒരു വലിയൊരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ട് അതിലാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ വെച്ചിരുന്നത്. ബാക്കിയുള്ള സ്പേസിലും വെച്ചിട്ടുണ്ട്. അപ്പം ഈ കാർഡ്ബോർഡ് ബോക്സിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ആദ്യം എൻ്റെ കുറച്ച് ഉടുപ്പ് പോലൊക്കെ ആയിട്ടുള്ള, അതായത് നമുക്ക് മടക്കിയിട്ട് അത്ര കുറച്ച് നിൽക്കാത്ത ഉടുപ്പൊക്കെ ഉണ്ടാവില്ല, അതായത് പാർട്ടി വെയർ പോലത്തെ അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ അതിൽ മടക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ ഫുള്ള് ടോപ്പും പിന്നെ ബനിയനാണ് വെച്ചിരുന്നത്. ബനിയൻ അങ്ങനെ കുറവാണ്, 1-2 ഉണ്ടെങ്കിൽ അത്ഭുതം, കാരണം എനിക്ക് ബനിയൻ കുറവാണ്. അപ്പം ഞാൻ ടോപ്പാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്ത സൈഡിലായിട്ട് പാൻറ്റുകളും പിന്നെ നമ്മുടെ കോട്ട് ഉണ്ടാവില്ലേ, ജാക്കറ്റ് അല്ല, നമ്മളൊരു ടോപ്പിൻ്റെ മേലെ ഇടുന്ന കോട്ട് പോലത്തെ ഐറ്റംസും അങ്ങനത്തൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നെമിയാൻ്റെ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സാണ്. അവളെന്നെ സഹായിക്കാൻ വന്നിട്ടില്ലെങ്കിലും എനിക്ക് കുറച്ച് സ്റ്റേ ഉള്ളതുകൊണ്ട് ഞാൻ അവളെ ഡ്രസ്സ് മടക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവളുടെ പിന്നെ കുറേ ഇങ്ങനെ ഉടുപ്പുകൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാവുക. അപ്പം അതൊക്കെ വലിയ കാര്യത്തിൽ വേർതിരിച്ച് ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതൊക്കെ ഞാൻ എൻ്റെ വെക്കുന്ന പോലെ തന്നെ വേഗം തന്നെ മടക്കി വെച്ചു. പിന്നെ അവൾ അങ്ങനെ കാർഡ്ബോർഡ് ബോക്സ് ഒന്നും ഉപയോഗിക്കാതില്ല, ഇങ്ങനെ അട്ടിക്കട്ടിക്കായിട്ട് വെക്കലാണ്. അങ്ങനെ വാർഡ്രോപ്പ് അത്യാവശ്യം നമ്മൾ ക്ലീൻ ആക്കി. അപ്പം ഇതാ ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു കള്ളിയിൽ എന്തൊക്കെയോ ഉള്ളത്, ഷോള് മിക്സ്ഡാണ്. അപ്പോൾ അത് ഞാൻ തുറന്നു നിൽക്കില്ല, കാരണം ഇനിയും കുറേ സംഭവങ്ങൾ ക്ലീൻ ആക്കാനുള്ളത് കൊണ്ട് അത് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഹാങ് ചെയ്തിട്ടിടേണ്ട ഭാഗത്ത് നമ്മൾ കരാട്ടേൻ്റെ ഡ്രസ്സ് അങ്ങനത്തെയൊക്കെയാണ് ഹാങ് ചെയ്തിടൽ. അത് ഇപ്പം അലക്കാനെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ ഒന്നും ഹാങ് ചെയ്യാനില്ല. അപ്പം നമ്മുടെ വാർഡ്രോപ്പ് ക്ലീനിങ് ഓവർ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ക്ലീൻ ആക്കേണ്ടത് നോക്കാം. നെക്സ്റ്റ് ഞാൻ ഷോക്കേസാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഷോക്കേസിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ബെഡിൽ വെക്കുകയാണ്. എന്നിട്ടാണ് എല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വെക്കുന്നത്.
അപ്പോൾ ഷോക്കേസിലുള്ള എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചു. ഇനി ഷോക്കേസിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. തട്ട് പോലത്തെ സംഭവം അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് പൊടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ചു കൊടുക്കുന്നു. പിന്നെ മേലെയുള്ള നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന ഈ ഡോറില്ലേ അതും ഒന്ന് തുടച്ചു കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ആദ്യം ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ട് നമ്മുടെ മിററും വാർഡ്രോബിൻ്റെ മിററും ഒന്ന് തുടച്ചു. എന്നിട്ടൊരു ഉണങ്ങിയ തുണി വെച്ചിട്ട് അതിൻ്റെ മേലെയും കൂടി ഒന്ന് തുടച്ചു കൊടുത്തു. അപ്പോൾ ഇതാ ഷോക്കേസിലുള്ള എല്ലാ സാധനങ്ങളൊക്കെ പുറത്തെടുത്തപ്പോൾ ഇങ്ങനെയാണുള്ള അവസ്ഥ. ഫുള്ളും അലങ്കോലമായിട്ടാണുള്ളത്. അപ്പോൾ ഇനി ഇതൊക്കെ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്തെടുത്ത് വെക്കണം. നെക്സ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോ ഫ്രെയിംസൊക്കെ ഇങ്ങനെ ഈ ഒരു ഷോക്കേസ് ഇപ്പുറത്തെ സൈഡിലുള്ള സ്ഥലത്ത് വെക്കുകയാണ്. അപ്പം അത് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം. നമ്മൾ ചെറുപ്പത്തിലുള്ള കുറേ ഫോട്ടോസാണ്. അപ്പോൾ കുറച്ച് പഴയ ഫോട്ടോ ഫ്രെയിംസാണ്. അപ്പം അതെല്ലാം ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഏറ്റവും താഴത്തെ തട്ടിൽ ഞാൻ പുതപ്പുകൾ പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് മടക്കി വെക്കുന്നത്. ഞാൻ ഒരു സ്റ്റഡി ടേബിളാണ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്. സ്റ്റഡി ടേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇതൊരു ടീപ്പോയ് ആണ്. പക്ഷേ എനിക്കിപ്പോൾ സ്റ്റഡി ടേബിൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ പഠിക്കാൻ ഈ ഒരു ടീപ്പോയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബിലീവ് എന്ന് എഴുതിയിട്ട്. ഇത് ഫോണിൻ്റെ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സിൽ അത് വെച്ചിട്ട് ആക്കിയതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒന്നും കൂടി ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും ചെയ്യും. അപ്പോൾ അത് നല്ല യൂസ്ഫുള്ളാണ്, നമുക്ക് സ്കെച്ചൊക്കെ ഇട്ട് വെക്കാൻ. അപ്പോൾ അതിലാണ് ഞാൻ അതൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ളൂ. കുറേ സാധനങ്ങൾ വെക്കാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് എന്തെങ്കിലും വെച്ചാൽ പിന്നെ ബുക്ക് വെച്ച് പഠിക്കാനൊരു സ്ഥലം ഉണ്ടാവത്തില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു പെട്ടിയിലാണ് ഞാൻ ബുക്ക് വെക്കുന്നത്. എന്നിട്ട് അത് നമ്മുടെ ടേബിളിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തു. പിന്നെ എനിക്ക് വലിയ ചെയറൊന്നും ഇട്ടിട്ട് ഇതിൽ പഠിക്കാനേ പറ്റില്ല, നിലത്ത് ഇരുന്നിട്ടും പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞ് സ്റ്റൂൾ വെച്ചിട്ടാണ് ഇരുന്നിട്ട് പഠിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാം ക്ലീനായി. ഇനി ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ബെഡിലാണുള്ളത്. അപ്പം കുറേ കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ താഴെ സ്ഥലത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കണം. അപ്പോൾ ഗൈസ് അതും കഴിഞ്ഞു. ഇനി നമ്മുടെ നിലം ഫുള്ളും വാരി വലിച്ചിട്ടാണ് ഇരിക്കുന്നത്. ബാക്കിയെല്ലാം ക്ലീനായി. അപ്പോൾ അതൊന്ന് വേഗം തന്നെ ഒന്ന് അടിച്ചു വരട്ടെ. അപ്പോൾ ഗൈസ് ഫുള്ള് അടിച്ചു വാരി ക്ലീനാക്കി വെച്ചു. ഇനി നമുക്കൊന്ന് ഓവറോൾ നമ്മുടെ ലുക്ക് എങ്ങനെ നോക്കാം അവസാനം. അപ്പം ഒരു 3.5 മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ റൂം നന്നായിട്ട് ക്ലീനാക്കി ഇങ്ങനെ ആക്കി വെച്ചു. അപ്പം എൻ്റെ കൂടെ വന്ന് നിങ്ങൾക്കെല്ലാവർക്കും താങ്ക് യു. പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. പിന്നെ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതല്ലേ, അപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയാണല്ലോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.